എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആർട്ടുവിന്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളൊരു സീരീസ് തുടങ്ങുവാണ്. ഒരു സീരീസ് എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ഒരു ഡ്രീം സീരീസ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഒരുപാട് തവണ വീഡിയോ എടുത്തിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞൊരു സീരീസാണ്. ഞാനൊരു 10 വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് കംപ്ലീറ്റ് 10 ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ. ഞാൻ ഒരുപാട് ബാക്ക് വർക്കും ഹോം വർക്കും റിസർച്ചും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ. എൻ്റെ ഒരു ഡ്രീം വീഡിയോ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും, അതായത് ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് പഠിക്കാൻ വരുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ടൊരു ബിഗിനേഴ്സ് കോഴ്സ് വീഡിയോ ചെയ്യണമെന്ന്. അത് ആദ്യം വിചാരിച്ചു നമുക്ക് ഇതേപോലത്തെ പെയ്ഡ് വെബ്സൈറ്റിലൊക്കെ ഇട്ടിട്ട് കുറച്ച് ഫണ്ടൊക്കെ നമുക്കും ഉണ്ടാക്കിയാൽ എന്താ, ബാക്കി ഒരുപാട് ആൾക്കാർ അങ്ങനെ കോഴ്സ് സെല് ചെയ്യുന്നുണ്ടല്ലോ. സോ അതുപോലെ നമുക്കും കോഴ്സസ് ഒക്കെ പേയ്മെൻറ്റിന് ചെയ്താലോ എന്ന് വിചാരിച്ചു. ഇടയ്ക്ക് ഒരു ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഒരു 7-8 ദിവസം ക്ലാസ് ഒക്കെ കൊടുത്തു. അവർ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിങ് ചെയ്തിട്ടും നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ലേൺ ചെയ്തത് കഴിഞ്ഞ 4-5 വർഷം കൊണ്ടാണ്. അതൊരിക്കലും ഒരു 8 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 10 ദിവസം കൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ ഒരു കോഴ്സ് സീരീസ് തുടങ്ങാൻ തന്നെ കാരണം അതുകൊണ്ടാണ്. സോ ഞാൻ വിചാരിച്ചു മൊത്തത്തിൽ എൻ്റെ ചാനലിലേക്ക് എനിക്ക് എപ്പോഴും റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സസ് ആയിക്കോട്ടെ. അതായത് എനിക്ക് പഠിക്കാനും ആയിക്കോട്ടെ. കാരണം ബേസിക്സിലേക്ക് ബാക്ക് ടു ബേസിക്സ് എന്ന് പറയാറുണ്ട്. നമുക്ക് എന്തൊരു ഡൗട്ട് വരുന്നോ ആ സമയത്ത് നമ്മൾ ബാക്ക് ടു ബേസിക്സ്, അതായത് പഴയ ബേസിക്സ് ബുക്കൊക്കെ തുറന്ന് നോക്കുന്ന സമയത്ത് നമുക്കൊരു ഐഡിയ കിട്ടും. ഓ, ഇതിങ്ങനെയാണ്. പിന്നെ നമ്മളെ ആക്സസ് ചെയ്യാനും ഇത് വളരെ ഹെൽപ്പ് ആവും. സോ നമുക്ക് ഇന്നൊരു ബേസിക്സ് അങ്ങ് തുടങ്ങാം. ക്രിപ്റ്റോ കറൻസി ബേസിക്സ്. സോ ഇതൊരു സീരിയസ് ആയിട്ടാണ് പോകുന്നത്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നോർമൽ വീഡിയോ കണ്ടിരിക്കുന്ന പോലെ കണ്ടിരിക്കാതെ അത്യാവശ്യം ഞാൻ നല്ല ബാക്ക് വർക്കൊക്കെ ചെയ്തിട്ടായിരിക്കും ഇത് ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ ബാക്കിയുള്ളവരെ പോലെ എഡിറ്റിങ്ങിലൊന്നും ഞാൻ വലുതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യത്തില്ല. ഇപ്പം നിങ്ങൾക്ക് വിചാരിക്കും കണക്ക് കുറേ ടെക്സ്റ്റൊക്കെ വന്ന് കുറേ ഈ പറയുന്ന ട്രാൻസിഷൻസും കുറേ ബിജിഎമ്മും കുറേ മ്യൂസിക്കും ഒക്കെ കുത്തിക്കയറ്റി എഡിറ്റിംഗ് ഒന്നും പോകുന്നില്ല. ഒരു നോർമൽ പോഡ്കാസ്റ്റ് പോലെ നമുക്കങ്ങ് പോവാം. അതായത് ഞാൻ വന്നിരുന്ന കാര്യം പറയും, നിങ്ങളത് കേൾക്കുക. സോ കുറച്ച് നേരം ബോറടിക്കുന്ന തോട്ട്സും കാര്യങ്ങളൊക്കെ കേട്ടാൽ മാത്രമേ പൈസ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിലേക്ക് നമുക്ക് ക്രിപ്റ്റോ കറൻസി പഠിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ അതല്ലേ നല്ലത്. അപ്പോൾ നമുക്ക് എന്തായാലും അധികം ലേറ്റാക്കണ്ട, സ്റ്റാർട്ട് ചെയ്യാം. സോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് പറയാനുള്ള കാര്യം, ഞാൻ ഓൾറെഡി നല്ല ബാക്ക് വർക്കും റിസർച്ചും ഒക്കെ ചെയ്തിട്ട് 3-4 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി ബിറ്റ്കോയിനെ എത്തീരിയത്തിനെ കുറിച്ചിട്ട്. സോ ആ വീഡിയോസ് നിങ്ങൾ മസ്റ്റായിട്ടും കാണുക. അത് ഞാൻ പക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അത്രയും അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഒറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് അത്രയും ഇതിലേക്ക് ഞാൻ കൊടുക്കത്തില്ല. അപ്പോൾ ഞാനിത് പതുക്കെ ഷോർട്ട് ആയിട്ട് ഇടാനാണ് പ്ലാൻ. ഷോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് 1 മിനിറ്റ് വീഡിയോ അല്ല, ഒരു 5 മിനിറ്റ് ടു 8 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 6 മിനിറ്റ് വീഡിയോ അങ്ങനെ പ്ലാൻ ചെയ്യാനാണ് എൻ്റെ ഒരു ഇത്. കാരണം 15-20 മിനിറ്റ് വീഡിയോ ഇടുന്നേക്കാളും ബെറ്റർ അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പം കുറച്ച് കൂടുതൽ വീഡിയോസും ചാനലിൽ കയറും, അതോടൊപ്പം നിങ്ങൾക്ക് ബോറടിക്കത്തുമില്ല. സോ പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ ക്രിപ്റ്റോ കറൻസിയിലേക്ക് വരുന്നു. സോ ക്രിപ്റ്റോ കറൻസിയിലേക്ക് വരുമ്പോൾ വൈ, നമ്മളെല്ലാത്തിനും വൈ എന്ന് പറഞ്ഞ് ചോദ്യം ചോദിക്കണം. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് അത് തന്നെയാണ്. വൈ, നിങ്ങൾ എന്തിന് ക്രിപ്റ്റോ കറൻസി വന്നു? 2, നിങ്ങൾ എന്തുകൊണ്ട് ക്രിപ്റ്റോയിൽ വന്നു? എന്തുകൊണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനാണോ? അതോ നിങ്ങൾക്കൊരു നല്ലൊരു ട്രേഡർ ആവണോ? അതോ നിങ്ങൾക്ക് പാസീവ് ഇൻകം ഏൺ ചെയ്യണോ? അതോ നിങ്ങൾക്ക് ഇൻവെസ്റ്ററായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണോ? സോ ഇത് നിങ്ങൾ തന്നെ ഒരു ചൂസ് ചെയ്യണം. നിങ്ങൾ തന്നെ ഒരു തീരുമാനത്തിലെത്തണം. ഓ, എനിക്കൊരു ട്രേഡർ ആയാൽ മതി, എനിക്ക് നല്ലൊരു ട്രേഡിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാവണം. അല്ല, ഞാനൊരു ഇൻവെസ്റ്റർ, കുറേ നാളത്തേക്ക് വേണ്ടി ശേഖരിക്കുന്ന ഒരു ഇൻവെസ്റ്റർ ആയിക്കൂടെ? അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും ട്രേഡറും ഇൻവെസ്റ്ററും തമ്മിലുള്ള വ്യത്യാസം. അത് ഞാൻ പോകെ പോകെ വരുന്ന സമയത്ത് പറഞ്ഞുതരാം. ഇപ്പോൾ അതിന് നല്ല വ്യത്യാസമുണ്ട്. ട്രേഡർ വേറെ, ഇൻവെസ്റ്റർ വേറെ, അതിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. സോ നിങ്ങൾ തന്നെ നിങ്ങളോട് തന്നെ ചോദിക്കുക, ട്രേഡർ ആവണോ ഒരു ഇൻവെസ്റ്റർ ആവണോ? അതോ നിങ്ങൾക്ക് പാസീവ് ഇൻകം ഉണ്ടാക്കണോ? പാസീവ് ഇൻകം എന്ന് പറയുമ്പോൾ അധികം ട്രേഡും ചെയ്യുന്നില്ല, അധികം ഇൻവെസ്റ്റും ചെയ്യുന്നില്ല, എന്നാൽ ക്രിപ്റ്റോയിൽ കൂടെ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാം. ഞാനൊരു ക്രിപ്റ്റോ പാസീവ് ഇൻകം ഏൺ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഞാനത് കഴിഞ്ഞ കുറേ നാളുകൊണ്ട് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കാരണം എൻ്റെ ചാനലിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ട്രേഡ് ചെയ്യുന്ന വീഡിയോസ് കാണാൻ പറ്റത്തില്ല. എന്നാൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് കാണാൻ പറ്റുമോ? അതും കുറവാണ്. ഞാൻ ഒരുപാട് ടാസ്കുകൾ ചെയ്യുന്ന കാണാം. അപ്പോൾ ഒരുപാട് പേര് ബ്രോ എന്തിനാണ് ഇത്രയും ടാസ്ക് ഒക്കെ ചെയ്യുന്നത്? കാരണം പാസീവ് ഇൻകം നമുക്ക് ക്രിപ്റ്റോയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ പറയുന്ന പാസീവ് ഇൻകം മെത്തേഡ്. അതായത് നമ്മൾ അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. പിന്നെ 4ാമത്തെ കാറ്റഗറി എന്ന് പറയുമ്പോഴത്തേക്കും ക്രിപ്റ്റോ നല്ല രീതിയിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ക്രിപ്റ്റോയുടെ എല്ലാ മേഖലകളും അറിയണമെന്ന ആൾക്കാർ. സോ നിങ്ങൾ എന്താണ് ചൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ വേണം. ഈ ഒരു ധാരണയിൽ എത്തിപ്പെടാൻ തന്നെ കുറച്ച് നാളെടുക്കും. കാരണം നമ്മുടെ ഓരോ ആൾക്കാരുടെ സ്കിൽസ് വേറെയാണ്. ചില ആൾക്കാർക്ക് ട്രേഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് ചാർട്ട് അനാലിസിസും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒന്നും തലേ കയറത്തില്ല. അവർക്ക് 10 തവണ പറഞ്ഞാൽ പോലും കയറത്തില്ല. ചില ആൾക്കാർക്ക് പെട്ടെന്ന് ഒറ്റ തവണ തന്നെ പറയുമ്പോൾ മനസ്സിലാവും ബ്രോ, എനിക്ക് മനസ്സിലായി, എനിക്ക് ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലായി. അങ്ങനെ ഒരു
ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. മറ്റുള്ളവർക്ക് കുറച്ച് പാടാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഫീൽഡ് ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻവെസ്റ്റിംഗ് ആണ് നിങ്ങൾക്ക് ബെറ്റർ എങ്കിൽ നിങ്ങൾക്ക് അത് നോക്കുക. അപ്പോൾ ഇൻവെസ്റ്റിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിലേക്ക് പോകാം. അപ്പം ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്. നിങ്ങൾ തന്നെ ഏതാണെന്ന് ചൂസ് ചെയ്യുക. ചൂസ് ചെയ്തിട്ട് വേണം ഈ മാർക്കറ്റിലേക്ക് വരാൻ. കാരണം മാർക്കറ്റ് വളരെ വലുതാണ്. കുറേ ആൾക്കാർ പറയുന്ന കണക്ക് 50,000 1,00,000 10,00,000 ഒക്കെ മുടക്കി പഠിച്ചെന്ന് പറഞ്ഞിട്ട് നമുക്ക് എക്സ്പീരിയൻസ് വരണമെന്നില്ല. എക്സ്പീരിയൻസ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേ മാർക്കറ്റിൽ മിനിമം 1 ടു 2 ഇയേഴ്സ് അണ്ടർഗോ ചെയ്യണം. അല്ലെങ്കിൽ 1 ടു 2 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് വേണം. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മാർക്കറ്റിൽ കൂടെ കടന്നു പോകണം. ഓരോ ബുൾ സൈക്കിൾ, ബിയർ സൈക്കിൾ, അതോടൊപ്പം ബുള്ളിൽ വരുന്ന മാറ്റങ്ങൾ, ബിയർ സൈക്കിളിൽ വരുന്ന മാറ്റങ്ങൾ, മാർക്കറ്റിൽ വരുന്ന ട്രെൻഡ്സ്, അതോടൊപ്പം ആരൊക്കെ മാർക്കറ്റിലേക്ക് ചുവട് വയ്ക്കുന്നു, മാർക്കറ്റ് എന്തുകൊണ്ടാണ് ഇത്രയും വരുന്നത്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. ഞാൻ 2019 മാർക്കറ്റിലേക്ക് വന്നൊരു വ്യക്തി ആയതുകൊണ്ട് ബിറ്റ്കോയിൻ 4,00,000 കണ്ടു, എതീരിയം 7,500 രൂപയിൽ കണ്ടു, അതോടൊപ്പം മാറ്റിക് 3 രൂപയിൽ കണ്ടു. പല ടോക്കൺസും വളരെ കുറഞ്ഞ് നിൽക്കുന്ന സമയം. അന്ന് ഷിബ് ഒന്നും മാർക്കറ്റിലില്ല. സോ അന്ന് ഞാൻ നല്ല രീതിയിൽ പഠിച്ച് കയറിയിരുന്നെങ്കിൽ എനിക്ക് നല്ലൊരു ഫണ്ട് ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ ഞാനത് അന്ന് കളഞ്ഞു. എന്ന് വെച്ചാൽ ടിപ്പിക്കൽ മലയാളിയെ പോലെ അങ്ങ് കളഞ്ഞു. എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധോദയം വന്നത്. എന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ വന്നു. കാരണം മാർക്കറ്റിൽ ലൈറ്റായിട്ട് കണ്ടു. സോ ഇപ്പോഴാണ് എനിക്ക് ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്ക് ഈ മാർക്കറ്റിൽ എന്തൊക്കെ കിട്ടി, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ നേടണം, അല്ലെങ്കിൽ ഈ മാർക്കറ്റ് എനിക്ക് വേണം എന്നൊരു ആഗ്രഹം എനിക്ക് തോന്നി തുടങ്ങിയത്. സോ പൊതുവെ നെഗറ്റിവിറ്റീസ് ഞാൻ എൻ്റെ ചാനലിൽ അവോയ്ഡ് ചെയ്യാറുണ്ട്. പൊതുവെ നെഗറ്റീവ് വരുന്ന ന്യൂസസ് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പല ചാനലുകളിലും മാർക്കറ്റിൽ ഒരുപാട് നെഗറ്റീവ്സ് ന്യൂസസ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ നെഗറ്റീവ് അപ്പാടെ മാറി നിൽക്കുവാണ്. കാരണം നമ്മൾ നെഗറ്റിവിറ്റിയിൽ നിന്ന് മാറി നിന്ന് പോസിറ്റീവ് ഒരു തോട്ടോട് കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫും കുറച്ച് പോസിറ്റീവ് ആവും എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയത്. അപ്പോൾ എൻ്റെ കഥ പറയുന്ന വീഡിയോ അല്ല ഇത്. സോ നമുക്ക് മെയിനായിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്രിപ്റ്റോ എങ്ങനെ വന്നു. സോ ക്രിപ്റ്റോ ഇങ്ങനെ വരാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിപ്റ്റോ എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ബിറ്റ്കോയിനെയാണ് കാണുന്നത്. കാരണം BTC ആണ് ഫസ്റ്റ് ക്രിപ്റ്റോ കറൻസി എന്ന് ലോകം മൊത്തം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ക്രിപ്റ്റോ കറൻസി. മെയിൻലി ബിറ്റ്കോയിൻ അല്ല, BTCയുടെ ടൈം ലൈൻ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 1990കളിലെ ഈ പറയുന്ന ക്രിപ്റ്റോഗ്രഫി, ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ടെക്നോളജിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളും സ്റ്റഡീസും അണ്ടർഗോ ചെയ്തിട്ട് പല പല ലെവലിൽ അത് പരിണമിച്ച് ഇപ്പോൾ ചാൾസ് ഡാർവിൻ്റെ എവല്യൂഷണറി തിയറീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുരങ്ങിൽ നിന്ന് മനുഷ്യനുണ്ടായ കണക്ക് പല പല സ്റ്റേജസ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ ക്രിപ്റ്റോ കറൻസി പല പല സ്റ്റേജസിൽ നിന്നാണ് ഇതുവരെ എത്തിയത്. കാരണം ഹാഷിങ്, ക്രിപ്റ്റോഗ്രഫി അതെല്ലാം കൂടെ ചേർന്ന് ഒരു എല്ലാം ഒന്ന് ഒത്തിണങ്ങിയ ഒരു ടെക്നോളജി ആയിട്ട് ബ്ലോക്ക് ചെയിനിൽ കൂടെ വന്ന സമയത്ത് നമുക്ക് ഒരു ന്യൂ ബോൺ ബേബി എന്ന ലെവലിലേക്ക് BTC അന്ന് 2008 വന്നു. സോ അത് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2008 ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക മാന്ദ്യങ്ങളിലൊന്ന് വന്നത്. ആ സമയത്ത് US എക്കണോമിയൊക്കെ നല്ല രീതിയിൽ തകർന്നായിരുന്നു. അട്ടപടലം എല്ലാം പൂട്ടിക്കെട്ടി. ഒരുപാട് ആൾക്കാരുടെ ജോലി പോയി, കമ്പനി പോയി, എല്ലാം പോയി. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ബാങ്കിൽ ലോണായിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. അതുമാത്രമല്ലാതെ നമുക്കിപ്പോൾ ഒരു 20,00,000 വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പം 20,00,000 വേണമെന്ന് പറഞ്ഞ് ചെന്നാൽ അവർ കൂടിപ്പോയ ഒരു 8,00,000 10,00,000 ഒതുക്കും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ മാർക്കറ്റ് വാല്യൂ എത്രയുണ്ടെന്ന് നോക്കിയാലും അതിൻ്റെ ഹാഫിൽ താഴെ മാത്രമേ പല ബാങ്കുകളും ലോൺ തരത്തുള്ളൂ. പക്ഷേ അവിടെ അങ്ങനെയല്ല. US പോലത്തെ രാജ്യങ്ങളിൽ നമ്മുടെ മാർക്കറ്റ് വാല്യൂ എത്രയാണോ അതിൻ്റെ 80% അടുപ്പിച്ച് നമുക്ക് ലോൺ കിട്ടുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ചിലപ്പോൾ തെറ്റിയേക്കാം. പക്ഷേ എന്നാലും ഇത് തന്നെയാണ് റീസൺ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സോ അപ്പോൾ 80% നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടും. അത് മാത്രമല്ല, മാർക്കറ്റ് വാല്യൂ വീണ്ടും കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കൽ എടുത്ത ലോണിൽ തന്നെ വീണ്ടും കൂടുതൽ എമൗണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ മാർക്കറ്റ് പെട്ടെന്ന് ഡൗൺ ആയി. അപ്പോൾ ഈ പറയുന്ന വസ്തു വെച്ച് ലോൺ എടുത്ത ആൾ ഇപ്പോൾ 50,00,000 വസ്തു 50,00,000ൻ്റെ വസ്തു ബാങ്കിൽ വച്ചു 40,00,000 എടുത്ത ഒരാൾ ഈ വസ്തുവിൻ്റെ വില 50ൽ നിന്ന് 20 ആയപ്പോൾ ഈ പുള്ളി എന്ത് ചെയ്യും? ആ വീട് ബാങ്ക് ജപ്തി ചെയ്തുകൊണ്ട് പോകാൻ പറയും. കാരണം അവർക്ക് പിന്നെ അത് ആവശ്യമില്ല. കാരണം ബാങ്കിന് 40 അടയ്ക്കണേക്കാളും ബെറ്ററാണ് അടയ്ക്കാതെ ബാങ്ക് അത് ജപ്തി ചെയ്തുകൊണ്ട് പോട്ടെ. കാരണം ഇപ്പോൾ 20,00,000 അല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് അവിടെ വന്നു. കാരണം ആൾക്കാർ ഈ പറയുന്ന ഫർണിച്ചറും കാര്യങ്ങളൊക്കെ വിൽക്കാൻ തുടങ്ങി. ആൾക്കാർ മെയിൻ വീട്ടിൽ നിന്ന് ഷെഡിലേക്ക് മാറാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കര വലിയൊരു സാമ്പത്തിക ക്രൈസിസാണ് വന്നത്. ആ സമയത്ത് നമ്മുടെ മണി, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ തകർച്ചയാണ് അന്നുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് പേർ, അല്ലെങ്കിൽ ഒരു വ്യക്തി, ഞാൻ എപ്പോഴും ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അവർ ചിന്തിച്ച കാര്യമാണ് ഈ പറയുന്ന ലോകം മൊത്തം കോമൺ ആയിട്ട് ഒരു കറൻസി, ലോകം മൊത്തം കോമൺ ആയിട്ട് ലോകത്തുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെയോ ഒരു മാനേജ്മെൻറ്റിൻ്റെയോ ഒരു റിസർവ് ബാങ്കിൻ്റെയോ ഒന്നിൻ്റെയും കൺട്രോളിലല്ലാത്ത ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ ഒരു ഓപ്പൺ സോഴ്സ് ലെഡ്ജർ എന്നൊക്കെ പറയുന്നത്, അതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്ക് വേണമെങ്കിലും അയക്കാൻ പറ്റുന്ന ഒരു കറൻസി അവരുടെ തോട്ടിലുണ്ട്. അപ്പോൾ ആ ഒരു തോട്ടിനെ ആവിഷ്കരിച്ചാണ് 2008 ബിറ്റ്കോയിൻ എന്ന് പറയുന്ന
ആ ഒരു ക്രിപ്റ്റോ കറൻസി ലോകത്തിന് മുന്നിലേക്ക് അവതരിപ്പിച്ചത്. പിയർ ടു പിയർ സിസ്റ്റം. അതായത് 2 പേരിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈസി ആയിട്ട് അയക്കാൻ പറ്റുന്ന ഒരു പേഴ്സൺ ടു പേഴ്സൺ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 2 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈസി ആയിട്ട് ത്രൂ ഇന്റർനെറ്റ് വഴി ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു മണി എന്ന ലെവലിലേക്ക് വന്ന ഒരു പ്രോജക്റ്റാണ് ഈ പറയുന്ന ബിറ്റ്കോയിൻ. അത് വന്ന ടെക്നോളജി എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ആദ്യമായിട്ട് അറിയപ്പെടുന്ന ഒരു ടെക്നോളജി. ബ്ലോക്ക് ചെയിനെ കുറിച്ച് അതുവരെ ആർക്കും അറിയില്ല. അതിൻ്റെ ബാക്കിൽ ക്രിപ്റ്റോഗ്രഫി, ഹാഷിംഗ് എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ എല്ലാം കൂട്ടിച്ചേർത്ത് അവർ ലോകത്തിന് മുന്നിലേക്ക് 2008 അവതരിപ്പിച്ച ഒരു പ്രോജക്റ്റാണ് ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസി. സോ ഫസ്റ്റ് എപ്പിസോഡിൽ ഇത്രയും പോരെ, ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒന്നും നിങ്ങൾ ഫോളോ ചെയ്യാതെ വിടരുത്. പ്രത്യേകിച്ച് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സെക്കൻഡ്, എൻ്റെ വാട്സപ്പ് ചാനലിലേക്ക് പോവുക. കാരണം അവിടെയാണ് ഞാൻ അപ് ടു ഡേറ്റ് ആയിട്ട് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. സോ വാട്സപ്പ് ചാനലിലേക്ക് വരിക. പിന്നെ ട്വിറ്റർ ആൻഡ് ഇൻസ്റ്റ. കാരണം ട്വിറ്റർ എന്തിന് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാസീവ് ഇൻകം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ട്വിറ്ററിലേക്ക് വന്നതിൻ്റെ കാര്യമുള്ളൂ. കാരണം ട്വിറ്ററിലാണ് ഒരുപാട് റീട്വീറ്റും പോസ്റ്റും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇൻസ്റ്റയിലും കൂടെ ഒന്ന് ജോയിൻ ചെയ്യുക. കാരണം ഇടയ്ക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് വിട്ടു പോകണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റയിൽ ഷോർട്സ് ആയിട്ടും നോക്കാൻ പറ്റും. സോ അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ കറൻസി അപ്ഡേറ്റുമായി കാണും വരെ. സലാം.